ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പം ദൈവത്തിന്റെ കരങ്ങളില് ഒരു ശക്തമായ ഒരു ഉപകരണമാണ് മറ്റുള്ളവർക്ക് രക്ഷ കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തില് എനിക്ക് നിങ്ങൾക്കും ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രവൃത്തി, സ്വർഗം അംഗീകരിക്കുന്ന പ്രവൃത്തി എന്താന്ന് ചോദിച്ചാൽ മറ്റൊരാളെ രക്ഷയിലേക്ക് കൊണ്ടിരിക. സുവിശേഷ പ്രസംഗത്തിലൂടെ, യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നവന്റെ പാദങ്ങൾ എത്ര സുന്ദരം. ദൈവം ഒരു വ്യക്തിയെ നോക്കിക്കൊണ്ട് ദൈവം തന്നെ സ്തുതിക്കുകയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നവന്റെ പാദങ്ങൾ എത്ര സുന്ദരം. ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ, ദൈവത്തിന് മുമ്പിൽ അംഗീകരിക്കപ്പെടുന്ന ഒരേ ഒരു പ്രവൃത്തി ദൈവരാജ്യം പ്രസംഗിക്കുക. ഇത് മനസ്സിലാക്കിയ പൗലോസ് നമുക്ക് വേറൊരു സന്ദേശം തരുന്നുണ്ട്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഹല്ലേലൂയ. ക്രിസ്ത്യാനി എന്ന് നമ്മളെ വിളിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനം നമ്മൾ ഓർക്കണം. ഞാൻ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ എനിക്കൊരു വലിയ ദൗത്യമുണ്ട്. സുവിശേഷ പ്രസംഗത്തിലൂടെ മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കുക. അല്ലെങ്കിൽ ഈ വചനം പറയുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പം, യേശു ആത്മാവാണ്, ദൈവം ആത്മാവായതുകൊണ്ട് യേശു ആത്മാവാണ്. ആത്മാവായ ദൈവത്തിന് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് നമ്മളെ പോലെ മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ നടന്നു നീങ്ങുവാൻ വേണ്ടി നമ്മുടെ പോലെ ഒരു ശരീരം സ്വീകരിച്ചു. കന്യക മറിയത്തിൽ നിന്നും ഒരു ശരീരം സ്വീകരിച്ചു. മനുഷ്യനായിട്ട് അവൻ വളർന്നു വന്നു. ആ ശരീരത്തിലൂടെ അവൻ നടന്നു നീങ്ങിക്കൊണ്ട് എന്ത് ചെയ്തു? ദൈവരാജ്യം മാത്രമേ പ്രസംഗിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. ദൈവരാജ്യം മാത്രം. അത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഉടനെ രോഗികളെ സൗഖ്യമാക്കി, പിശാചുക്കളെ പുറത്താക്കി. തൻ്റെ കുരിശുമരണം കഴിഞ്ഞ് ഉത്ഥാനം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പേ അവന് ഈ ദൗത്യം തുറന്നുകൊണ്ട് പോകാൻ വേണ്ടി, അവൻ ഇവിടെ ആയിരിക്കാൻ വേണ്ടി അവൻ വേറൊരു ശരീരം എടുത്തു. കന്യകാമറിയത്തിൽ എടുത്ത ശരീരം നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്തു. ഇനി അവൻ ഇവിടെ കാണപ്പെടുവാൻ, മറ്റുള്ളവർക്ക് കാണപ്പെടുവാൻ, അവൻ ഇവിടെ ആയതുകൊണ്ട് പ്രസംഗിക്കുവാൻ, ഇവിടെ ആയതുകൊണ്ട് മറ്റുള്ളവരെ സുഖപ്പെടുത്തുവാൻ, പിശാചുക്കളെ പുറത്താക്കാൻ അവൻ വേറൊരു ശരീരം ഉണ്ടാക്കി. ആ ശരീരമാണ് സഭ. ആ സഭ ആരാന്ന് ചോദിച്ചാൽ യേശുവിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന ശിഷ്യന്മാരടങ്ങുന്ന സഭ. ഈ സഭയിലൂടെയാണ് യേശു നടന്നു നീങ്ങിക്കൊണ്ട് ഇന്നും സുവിശേഷം പ്രസംഗിക്കുന്നു, ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്നു, ഇന്നും പിശാചിനെ പുറത്താക്കുന്നു. നീ എന്താണ് ഈ ദൈവരാജ്യം? റോമ 14:17 പറയുന്നുണ്ട്, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവുമല്ല. അതെന്താണ് ഈ ഭക്ഷണവും പാനീയവുമല്ല എന്ന് പറയാൻ കാര്യം? ഭക്ഷണവും പാനീയവും ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ശരീരത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതല്ല ദൈവത്തിന്റെ രാജ്യം. കാരണം ഈ ശരീരം സ്വർഗത്തിൽ പോകത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, രക്തവും മാംസവും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. 1 കോരിന്തോസ് 15:55 പറയുന്നുണ്ട്, മാംസവും രക്തവും സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. സ്വർഗരാജ്യത്തിൽ പോകുന്നത് എൻ്റെ ശരീരമല്ല, ഞാൻ ആത്മാവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നതും പാനീയം കൊടുക്കുന്നതും അല്ല ദൈവരാജ്യം. ദൈവരാജ്യം എന്നുള്ളത് ഭക്ഷണവും പാനീയവുമല്ല, മറിച്ച് സ്നേഹവും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവുമാണ്. പരിശുദ്ധാത്മാവിനുള്ള സന്തോഷമാണ്. കാരണം ഈ രാജ്യം ആത്മീയമാണ്. യേശു പീലാത്തോസിന്റെ മുമ്പിൽ നിന്നപ്പം പീലാത്തോസ് ചോദിച്ചു, നീ രാജാവാണോന്ന് ചോദിച്ചു. യേശു എന്താണ് ഉത്തരം കൊടുത്തത്? എൻ്റെ രാജ്യം ഐതിഹ്യമല്ല. ഞാൻ രാജാവാണ്, പക്ഷെ എൻ്റെ രാജ്യം ഈ ലോകത്തിലല്ല. ആ ലോകം എന്ന് പറയുന്നത് ഒരാത്മീയമായ സാത്താന്റെ ലോകത്തിൽ എല്ലാ മനുഷ്യരും പിറന്നിരിക്കുന്ന ആ രാജ്യത്തിലല്ലെന്നാണ് യേശു പറഞ്ഞത്. എൻ്റെ രാജ്യം ഐതിഹ്യമല്ല. അപ്പോൾ അവൻ്റെ രാജ്യം ഈ ഭൂമിയിൽ കണ്ണുകൊണ്ട് കാണപ്പെടുന്നതല്ല. അത് പാനീയത്തിലോ ഭക്ഷണത്തിലോ അല്ല, അത് ചില വസ്തുക്കളിലല്ല, ഈ ലോകം മുഴുവൻ കീഴടക്കുന്നതല്ല, ഇവിടെയുള്ള ഭൂമി മുഴുവൻ കയ്യിലാക്കി ഒരുപാട് സമ്പാദിച്ച് ചെയ്യുന്നതല്ല സ്വർഗരാജ്യം. അത് ആത്മീയമാണ്. 1 കോരിന്തോസ് 4:20 പറയുന്നുണ്ട്, ദൈവരാജ്യം വാക്കുകളിലല്ല, ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് വെറുതെ പ്രസംഗിക്കുന്നതല്ല. പ്രസംഗിക്കണം, പക്ഷെ ദൈവരാജ്യം ശക്തിയാണ്, ദൈവത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് എവിടെ ദൈവരാജ്യം പ്രസംഗിച്ചോ ദൈവം
ഇവിടെ ദൈവരാജ്യം വന്നിരിക്കുന്നെന്ന് ദൈവത്തിന്റെ ശക്തി കാണിച്ചുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കുന്നത്, പിശാചുകളെ പുറത്താക്കുന്നത്. പിശാചിനെ പുറത്താക്കാൻ ഒരു മനുഷ്യന് സാധിക്കത്തില്ല. കാരണം പിശാചിനേക്കാൾ ശക്തിയുള്ളത് യേശുവിന് മാത്രം. അങ്ങനെയുള്ള പിശാചിനെ പുറത്താക്കുന്നത് ദൈവരാജ്യം പ്രസംഗിക്കുമ്പോൾ യേശു ശിഷ്യന്മാരിലൂടെ ചെയ്തിരിക്കും